അമലിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ മുൻ പഞ്ചായത്ത് അംഗം പ്രേമൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രേമൻ, നിലവിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ് ഭൂമിക്കടിയിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രകമ്പനം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജനങ്ങളൊക്കെ ഇപ്പോഴും പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ? കാരണം നമുക്കറിയാം അവിടെ നിലവിൽ ഒരു ദുരന്തമുഖത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം ലഭിക്കുന്നത്? ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ഏകദേശം 10:10 കൂടിയാണ് ഈ പ്രകമ്പനം ഉണ്ടാവുകയും അതുപോലെ തന്നെ വീടുകളുടെ ജനലൊക്കെ ഒരു കിടകിടയുന്ന ശബ്ദത്തോടുകൂടി അടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചത്. അപ്പൊ പുറത്തിറങ്ങി നോക്കുമ്പോൾ പിന്നീട് ആ സമയം കൊണ്ട് അത് കഴിഞ്ഞു, ഒരു സെക്കൻഡ് കൊണ്ട് അത് അവസാനിച്ചു. പിന്നെ വേറെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആളുകളെല്ലാം വലിയ ഭീതിയിലാണ്. അമ്പൂത്തി മലയുടെ താഴ്വാരത്തിലൊക്കെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. 5 കിലോമീറ്റർ ചുറ്റോളം അമ്പലവയൽ, അമ്പൂത്തി, വെള്ളച്ചാട്ടം, മാളിക പ്രദേശങ്ങളിലൊക്കെ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്, മലവയലൊക്കെ ആയിട്ട്. അപ്പൊ ആളുകളെല്ലാവരും എത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരടക്കം തഹസിൽദാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ച് ഒരു നടപടി എടുക്കാമെന്ന് പറയുന്നത്. സർ, അതുപോലെ ഇത് ഇത്തരത്തിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു സ്ഥലമാണോ ഞാൻ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോൾ ഭൂമികുലുക്കം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണോ ഇത്? ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രകമ്പനം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് 2010 ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതാണ് അമ്പൂത്തി മലയിൽ. അപ്പൊ അതിനുശേഷം ഈ മല കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കാം ഈ സൗണ്ട് പ്രകമ്പനം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ചുറ്റുപാടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. നോക്കിയിട്ട് പിടിക്കും. അതുകൊണ്ട് എന്താണ് സംഭവിക്കാന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയുള്ളത്. തീർച്ചയായും പ്രേമൻ, അതുപോലെ തന്നെ ഇപ്പോൾ ജിയോളജിക്കൽ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. കാരണം ഇത് ഭൂമികുലുക്കം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. പ്രകമ്പനം ഉണ്ടായി, പക്ഷേ ഇത് ഭൂമികുലുക്കം അല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ നടപടി പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഈ ബന്ധുവീടൊന്നും അടുത്ത് ഇല്ലാത്തവർക്ക് എങ്ങനെയായിരിക്കും ഒരു വാസം ഒരുക്കുന്നതിനെ? മാറ്റി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമ്പൂത്തി മലയുടെ മുകളിൽ താമസിക്കുന്ന, ഇന്നലെയാണ് ക്യാമ്പിൽ നിന്ന് ഏകദേശം 39ഓളം വീടുകളിൽ താമസിക്കുന്ന ആളുകളെ തിരിച്ച് ആ അവരുടെ വീടുകളിലേക്ക് വിട്ടത് ഇന്നലെ ഉച്ചയോട് കൂടിയാണ്, 10 ദിവസത്തെ ക്യാമ്പിന് ശേഷം. ആ ആളുകളെ മാത്രം ഇറക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മലമുകളിലായതുകൊണ്ട് ചെങ്കുത്തായ പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ മാത്രം ഇറക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ പിന്നീട് ഇവര് പറയുമ്പോൾ. വളരെയധികം നന്ദിയുണ്ട് ശ്രീ പ്രേമൻ. ഈ ഒരു ഘട്ടത്തിൽ നമ്മോട് പ്രതികരിച്ചതിന് ഞാൻ വീണ്ടും അമലിലേക്ക് പോവുകയാണ്. അമൽ, എന്തായാലും ഈ മല മുകളിൽ താമസിക്കുന്നവരെ മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ?